രാവിലെ തന്നെ ബോർഡ് എടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ചിലവ് ചുരുക്കാൻ വേണ്ടിയിട്ട് ലിഫ്റ്റ് അടിച്ചിട്ടൊക്കെ പോണേ. അങ്ങനെ ചാലക്കുടി എത്തി ഇന്നത്തെ പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. You are a crazy guy. Crazy guy, crazy guy. Crazy guys. Oh. ഞങ്ങൾ ഈ ബാഗൊക്കെ പാക്ക് ചെയ്ത് വേറെ അങ്ങോട്ടല്ല പോണേ. കൊല്ലത്ത് പുതിയ സ്കേറ്റ് പാർക്ക് തുടങ്ങിയിട്ടുണ്ടെന്ന് കേട്ടായിരുന്നേ. ഞങ്ങളിത് ട്രെയിൻ കയറാൻ നിൽക്കുക. 12:15 ട്രെയിൻ. ഇനിയിപ്പോൾ അടുത്ത പരിപാടി കൊല്ലത്ത് വെച്ചാവാം. ഇവന്മാർ രക്ഷപ്പെട്ട് 4-4.5 മണിക്കൂർ കിടന്നു പോലോ. ഞാനാണെങ്കിൽ നിന്ന് ഉപ്പാളിളകി. ഒന്നാമത്തെ കാര്യം 5 മണി തൊട്ട് തുടങ്ങിയ സ്കേറ്റിംഗ് ആണ്. ഇരിക്കാൻ പോലും സമയം കിട്ടിയിട്ടില്ല. കുറെ നേരം നിന്ന് കണ്ണൊക്കെ അടഞ്ഞ് നിൽക്കാൻ പറ്റാണ്ടായിപ്പോ ഞാൻ ആ മൂലയ്ക്ക് കയറി കിടന്ന്. ഞങ്ങളങ്ങനെ കൊല്ലത്ത് വന്ന് ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്നൊക്കെ നടക്കാനുള്ള ദൂരമുള്ളൂ കേട്ടോ നമ്മുടെ സ്കേറ്റ് പാർക്കിലേക്ക്. ഞങ്ങൾ വന്നപ്പോൾ സ്കേറ്റ് ചെയ്യുന്നതാ. ഇന്നത്തെ ദിവസം ഒരു തരി പോലും ഉറങ്ങിയിട്ടില്ല. ചായ കുടിക്കാൻ സമയപ്പോൾ എവിടെ നിന്ന് ചായ കുടിക്കുന്നുള്ള കൺഫ്യൂഷൻ നടക്കുമ്പോഴാണ് ഈ ചേട്ടൻ ഞങ്ങളെ വിളിച്ച് കയറ്റിയത്. ഒടുക്കത്തെ വിശപ്പുള്ളതുകൊണ്ട് കഴിച്ച ഫുഡൊന്നും ഫിലിം ചെയ്യാൻ പറ്റിയില്ല ചേട്ടാ. ഫുഡിങ് ഒക്കെ കഴിഞ്ഞ് വീണ്ടും പാർക്കിൽ വന്ന് റെസ്റ്റ് എടുത്തപ്പോൾ ഇവിടുത്തെ സെക്യൂരിറ്റി പറഞ്ഞു ഇവിടെ കിടക്കാൻ പാടില്ല എന്ന്. ഞങ്ങൾ ഉച്ചയായപ്പോഴത്തേനും നമ്മുടെ ജാനുവിൻ്റെ സ്കേറ്റ് ഹൗസിലേക്ക് വന്നു. Fast try, Mushin. ഇവിടെ എല്ലാവരും കൂടി ഗെയിമൊക്കെ കളിച്ച് അടിപൊളിയായിരുന്നു. നല്ല ഫണ്ണായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഒരു ഹോട്ടലിൽ പോയിട്ട് ഓരോ ഊണും പറഞ്ഞു. ഇവന് ഈ കണ്ണുരുത്തി നോക്കുന്നത് വേറെ ഒന്നുമില്ല, അവിടെ ഒരു ബൾബ് കേടായിരിക്കുന്നുണ്ട്. അതാണെങ്കിൽ ആ ഹോട്ടലിലുള്ള ഒരു ചേട്ടൻ കുറേ നേരെ റെഡിയാക്കാൻ നോക്കണേ. ഹോട്ടലിൻ്റെ ഓണറിനോട് ഞങ്ങൾ റെഡിയാക്കി തരാമെന്നും പറഞ്ഞ് അത് റെഡിയാക്കിയും കൊടുത്ത് ചുളിവിൽ ആ ഊണും കഴിച്ച് പോന്നു. പൈസ കൊടുക്കാണ്ട് 3 ഊണ്. പക്ഷെ ബിരിയാണി പറയരുത്, ബിരിയാണി പറയരുതടാ. ഞങ്ങൾ പിന്നെ നേരെ ബസ്സും പിടിച്ച് അനന്തുവിൻ്റെ വീട്ടിലേക്ക് പോവാം. ഞാൻ നിങ്ങളെ സ്ഥിരം കാണിക്കാറുള്ള അനന്തു അല്ലാട്ടാ, ഇത് കൊല്ലത്തുള്ള അനന്തുവാണ്. അവിടെ പോയിട്ട് ഞങ്ങളൊന്ന് ഫ്രഷ് ആയിട്ട് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് അത് കഴിഞ്ഞ് അടിപൊളി നൂലപ്പറിച്ച് കയറി നിന്ന് ഞങ്ങളിത് വീണ്ടും പാർക്കിലേക്ക് പോയി. ഈ സാധനകത്ത് നിന്നില്ലെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ തളർന്നു വീഴും. കാരണം ഇന്നലോട്ട് തുടങ്ങിയ സ്കേറ്റിംഗ് ആണേ. സുഖേഷ് ഏട്ടൻ നമുക്ക് ഫുഡൊക്കെ വാങ്ങി തന്നു കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും ഇന്ന് ഫുഡിന് ഒരു ക്ഷാമം ഉണ്ടായില്ല. ഏതോ ഒരു ഉണ്ണിയുടെ ബർത്ത്ഡേ ആയിരുന്നു. അവിടെ നിന്ന് കേക്ക് മുറിക്കണ്ടായി. കൂടെ ഞങ്ങൾക്ക് കേക്ക് കിട്ടി. രാത്രി 1:30 ഇപ്പോൾ അങ്ങനെ കൊല്ലത്തെ പരിപാടിയൊക്കെ അവസാനിപ്പിച്ച് ഇനി തൃശ്ശൂർക്ക് ട്രെയിൻ കയറി. ഇടയ്ക്ക് എൻ്റെ സ്കേറ്റ് ബോർഡ് കാലുമൊന്ന് തലോടാറുണ്ട്. അപ്പോൾ കിട്ടുന്ന പാടുകളാണ്. ഞങ്ങളിത് ചാലക്കുടി ഒന്ന് ലാൻഡ് ചെയ്യാൻ പോവാം. 2 ദിവസമായി ഉറങ്ങിയിട്ട് നല്ല ക്ഷീണമുണ്ട്. ഇനി വീട്ടിൽ ചെന്നിട്ടൊരു ഉറക്കമുണ്ട്. അപ്പോൾ ഇനി അടുത്ത പരിപാടിയായിട്ട് വരുമ്പോൾ കാണാം.